താനും അവരെ കൂട്ടത്തിലല്ലേ ഉണ്ണി? ഇന്നലെ പട്ടാളക്കാർ ചെയ്ത ദ്രോഹത്തിന് ഖിലാഫത്തുകാർ ഹിന്ദുക്കളോടാണ് പകവീട്ടിയത്. 100ഓളം വീട്ടുകാർ പാതിരായ്ക്ക് വളഞ്ഞ് ആണുങ്ങളെ മുഴുവൻ വെട്ടിക്കൊന്ന് ഈ കിണറ്റിലിട്ടു. ഖിലാഫത്തുകാരോ? അതെ, കുഞ്ഞഹമ്മദ് ഹാജിയുടെ സംഘക്കാര്. ഈ തുവ്വൂരെ കിണറ്റിന് ഉറവെടുക്കുന്നത് വെള്ളമാവില്ല, ചോരയാവും. ഉണ്ണികൃഷ്ണ മോനെ, എന്റെ എല്ലാം പോയി. അമ്മുക്കുട്ടി, എന്റെ മോളെയും അവർ കൊണ്ടുപോയി. അന്ന് ഞാൻ വിളിച്ചപ്പോ കൂടെ പോരാതെ നിങ്ങൾ വിശ്വസിച്ച ആ തങ്ങളും കൂട്ടരും. മോനെ, ആ തങ്ങളെ പറയരുത്. മഞ്ചേരിയിൽ നിന്ന് വന്ന ഖിലാഫത്തുകാരാ എന്റെ മോളെയും മരുമക്കളെയും വെട്ടിക്കൊന്നത്. എന്റെ മോളെ പിടിച്ചോണ്ട് പോയി. താനൂരുക്കും തൂരി ചെമ്പൽശ്ശേരി തങ്ങളുടെ അടുത്തേക്കും നമ്മൾ ആളെ വിട്ടേക്കണം. ഖാദർ, ഹിന്ദുക്കളെ കൊല്ലാനാണ് താന് തുടച്ചു നിൽക്കുന്നതെങ്കിൽ മതി. തമ്പുരാൻ, എവിടെ എന്റെ അമ്മുക്കുട്ടി? ഏതമ്മുക്കുട്ടി? ഊഴിക്കൽ നാരായണ നായരുടെ വീട്ടിലും തൂർ കിണറ്റിലും അടിഞ്ഞ ശവങ്ങളോടൊപ്പം അവളെയും ചേർത്തോ? ഇല്ലെങ്കിൽ പറ, എവിടെ? തമ്പുരാൻ പറയണത് എനിക്കറിയില്ല. ഖിലാഫത്തുകാർ ആയുധമെടുത്ത് ഹിന്ദുക്കൾക്ക് നേരെയാണെങ്കിൽ അവരുടെ നേതാക്കളിൽ ആദ്യം ചാകേണ്ടത് താനാണ്. വിടറായാളെ. തമ്പുരാൻ, എങ്ങാണ്ട് ഏതോ മാപ്പിളാർ ഹിന്ദുക്കളെ കൊന്നു പറഞ്ഞ് ഇന്റെ നേരെ തോക്കെടുത്ത നിങ്ങള് ഹിന്ദുവിനെ രക്ഷിക്കാൻ വേണ്ടി ജീവൻ കൊടുത്ത ബീരാനെന്ന മാപ്പിളയുടെ മോനാണ് ഞാനെന്ന കാര്യം ഓർത്തോ? വെള്ളക്കാരെ ഒതുക്കേണ്ടി വന്നതിൽ കൂടുതൽ നാട്ടുകാർക്കിടയിലെ കൊള്ളയും കൊല ഒതുക്കാനാണ് ഖിലാഫത്തുകാർ ആയുധം എടുത്തത്. നേതാക്കളിൽ ആലി മുസ്ലിയാരും ഭാര്യയെങ്കുന്നത് കുഞ്ഞമ്മാജിയും കൽപ്പിച്ചോ അതിന് തന്നെ ആയിരുന്നു. എന്നിട്ടും അക്രമം നടന്നിട്ടുണ്ടെങ്കിൽ ആ തെറ്റ് ഏറ്റെടുക്കണോ ഞാൻ മാത്രമല്ല, ഖിലാഫത്ത് സേനയെ പ്രവർത്തിച്ച എങ്ങൾക്കില്ല അതിലൊരു പങ്ക്. പറയണം തമ്പുരാൻ, ഇല്ലേ? ഒന്നും അറിയാത്ത ദേശത്തെ പാവങ്ങളെ പറഞ്ഞിളക്കി ബ്രിട്ടീഷുകാർക്കെതിരെ അണിനിരത്തിയ നേതാക്കൾ എവിടെ? കൂട്ടത്തിൽ ഇങ്ങോട്ട് വന്നത് ഒരമ്മക്കൂട്ടനെ തേടിയിട്ടാണെങ്കിൽ സ്വന്തം ബാപ്പാന്റെ മയ്യത്തോലും വേണ്ടവണ്ണം കവറടക്കാൻ കഴിയാത്ത എനിക്ക് ആ പെണ്ണെ നോക്കാൻ നേരം കാണൂല. തമ്പുരാൻ പോണം. ഈ യുദ്ധം തുടരും, അവസാന ശ്വാസം വരെ പൊരുതും. അതിനിടയ്ക്ക് വഴിമുടക്കാൻ നിങ്ങൾ ഇങ്ങോട്ട് കയറി വരരുത്. കടന്നുപോയി, കടന്നു പോവാൻ. ഖാദർ പറഞ്ഞത് ശരിയാണ്. കഴിഞ്ഞ ലോകമഹായുദ്ധത്തിൽ പങ്കെടുത്ത ഒരു പട്ടാളക്കാരൻ എന്ന നിലയിൽ എനിക്കറിയാം. സിറിയയും ത്രേയസും സ്മരണയും അന്യാധീനപ്പെട്ട് സർക്കാർ ഭരണം നിലച്ചപ്പോൾ അവിടെ തെമ്മാടികൾ കലാപം തുടങ്ങി. ബ്രിട്ടീഷ് ഇന്ത്യൻ പട്ടാളക്കാർ പോലും കൊള്ളയ്ക്കും കൊലയ്ക്കും കൂട്ടുനിന്നു. ചെറുതെങ്കിലും ഒരു സൈന്യത്തെ നയിച്ച് എന്നെ അതിൽ കുറ്റപ്പെടുത്താമോ? ഏത് യുദ്ധത്തിന്റെയും നടുവിൽ കറുത്ത ശക്തികൾ പ്രവർത്തിക്കും. ഇവിടെ ഒറ്റപ്പെട്ട അക്രമങ്ങളെ നേരിടാൻ ഖിലാഫത്ത് വാളണ്ടിയർമാരെ സഹായിക്കേണ്ട ചുമതല നാട്ടുകാർക്കില്ലേ? ഹിന്ദുക്കൾ സ്ഥലം വിടാതെ ഉറച്ചു നിന്നിരുന്നെങ്കിൽ മാപ്പിളമാരിൽ വഴിതെറ്റിപ്പോയവരെ ഒരിടത്തെങ്കിലും നിലയ്ക്ക് നിർത്താമായിരുന്നില്ലേ? ഇതിനു മുമ്പ് നടന്ന ലഹളകളിലും മാപ്പിളമാരുടെ വാളിനിരയായതല്ലാതെ ഒരുമിച്ച് എതിർക്കാൻ ഹിന്ദുക്കൾ ധൈര്യം കാണിച്ചോ? എങ്ങനെ ഒരുമിക്കും? തീയനും ചെറുമനും പുലയനും
അയിത്തം കൽപ്പിച്ച് മാറ്റി നിർത്തിയ തമ്പുരാക്കന്മാർ പട്ടിയെ പോലെ ചാവുന്നത് കാണാനായിരിക്കും അടിയാളന്മാർക്ക് ഇഷ്ടം. ഉണ്ണി, മറ്റുള്ളവരെ കുറ്റം പറയുന്നതിന് പകരം ഇനിയെങ്കിലും സ്വയം തിരുത്താൻ ശ്രമിക്ക്. നീ തീവ്രവാദിയല്ലേ? സഹകരണ ത്യാഗം വിട്ട് ഖിലാഫത്തുകാരെ ആയുധം എടുക്കാൻ ഉപദേശിച്ചവനല്ലേ? അവരോടൊപ്പം പോകൂ. ഇല്ലെങ്കിൽ പൂഴിക്കലെ അമ്മുക്കുട്ടിയുടെ ദുരന്തം ഈ നാട്ടിലെ മറ്റു പെൺകുട്ടികൾക്കും അനുഭവിക്കേണ്ടി വരും. തൂരിലെ കിണർ പോലെ ഇവിടുത്തെ കുളത്തിലും പുഴയിലും കബന്ധങ്ങൾ നിറയും. ഇല്ല, അങ്ങനെ പെട്ടെന്ന് മാനെ കൊല്ലൂല. ഇന്റെ ബാപ്പാനെ കൊന്നവര്, ആ പാവം തമ്പുരാനെ കൊന്നവര്, നാട്ടി കൊള്ളയും കൊലയും ബലാത്സംഗവും ചെയ്തതിന് നായിന്റെ മോനെ.